ഹലോ ഓൾ, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷാണ്. പാർട്ട് 1 ടെക്സ്റ്റ് ബുക്കാണ്. 8ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ യൂണിറ്റ് 2 വിങ്സ് ഓഫ് ഹോപ്പാണ് നമ്മൾ നോക്കുന്നത്. അതിലെ 3rd ചാപ്റ്റർ, ലാസ്റ്റ് ചാപ്റ്ററായ ദ ഡേ മൈ വേൾഡ് ചേഞ്ച്ഡ് എന്ന ചാപ്റ്ററാണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിലെ കംപ്ലീറ്റ് ആയിട്ടുള്ള മലയാളം എക്സ്പ്ലനേഷൻ, ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഉൾപ്പെടുന്ന ക്ലാസ്സാണിത്. 2 ക്ലാസ്സുകളായിട്ടാണ് നമ്മൾ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യുക. ഇത് പാർട്ട് 1 ക്ലാസ്സാണ്, പാർട്ട് 2 ക്ലാസ്സും ഉണ്ടായിരിക്കും. സോ നമുക്ക് നോക്കാം ദ ഡേ മൈ വേൾഡ് ചേഞ്ച്ഡ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്ത് കാണാൻ വേണ്ടി ശ്രമിക്കുക. ആദ്യം തന്നെ നമുക്ക് ലെറ്റ്സ് റീഡ് ആൻഡ് റിഫ്ലക്റ്റിൽ കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അത് നിങ്ങൾ വായിച്ചു നോക്കുക. അതിൽ മലാല യൂസഫ്സായി പറയണത് ഞാൻ പറയാം. എഡ്യൂക്കേഷൻ ഈസ് നെയ്തർ ഈസ്റ്റേൺ നോർ വെസ്റ്റേൺ, ഇറ്റ് ഈസ് ഹ്യൂമൻ. The only way we can create global peace is by educating our minds, hearts and souls. One child, one teacher, one book and one pen can change the world. ഇതെല്ലാം മലാല യൂസഫ്സായുടെ വേർഡിങ്സ് ആണ് കേട്ടോ. സോ ഇവിടെ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും മലാല യൂസഫ്സായെ കുറിച്ചാണ് നമ്മൾ ഇനി ഈ ചാപ്റ്ററിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഇതിൽ പറയുന്നത് എന്നുള്ളത്. മലാല യൂസഫ്സായി തന്നെയാണ് ഇതിൻ്റെ ഓഥർ കേട്ടോ. അപ്പോൾ അവരുടെ തന്നെ ഉള്ള കഥയാണ് നമുക്ക് നോക്കാം. കഥയല്ല, റിയൽ ലൈഫ് സ്റ്റോറിയാണ്. നമുക്ക് നോക്കാം എന്താ പറയണമെന്ന്. I come from a country which was created at midnight. When I almost died, it was just after midday. That day I left my home for school and never returned. I come from a country which was created at midnight. ഒരു അർദ്ധരാത്രിക്ക് രൂപപ്പെട്ട ഒരു രാജ്യത്തിൽ നിന്നാണ് ഞാൻ വന്നിരിക്കുന്നത്. When I almost died, it was just after midday. That day I left my home for school and never returned. എന്താ പറയണത്? അർദ്ധരാത്രിയിൽ സൃഷ്ടിക്കപ്പെട്ട ഒരു രാജ്യത്തു നിന്നാണ് ഞാൻ വരുന്നത്. ഒരു ഉച്ച കഴിഞ്ഞപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് മരിക്കാറായിരുന്നു എന്ന് പറയുന്നുണ്ട് അല്ലേ. ആ ദിവസം I left my home for school and never returned. ഞാൻ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോയി, പിന്നെ ഞാൻ തിരിച്ചെത്തിയില്ല. Now every morning when I open my eyes, I long to see my old room full of my things, my clothes all over the floor and my school prices on the shelves. ഇന്നും എല്ലാ രാവിലെയും ഞാൻ ഉണരുന്ന സമയത്ത് ഞാൻ എന്താണ് ആഗ്രഹിക്കുന്നത്? എൻ്റെ പഴയ റൂം അല്ലേ, എൻ്റെ പഴയ മുറി, അതുപോലെ തന്നെ എൻ്റെ ആ റൂം, എൻ്റെ ക്ലോത്ത്സ്, താഴെ എല്ലാം കിടക്കുന്ന എൻ്റെ ക്ലോത്ത്സ്, എൻ്റെ സ്കൂൾ പ്രൈസസ്, എനിക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയ സമ്മാനങ്ങൾ, ഷെൽസ്, ഇതൊക്കെയാണ് ഞാൻ ഓർക്കാറ്. ഇൻസ്റ്റെഡ് ഐ എം ഇൻ എ കൺട്രി വിച്ച് ഇസ് 5 hours ബിഹൈൻഡ് മൈ ബിലൗഡ് ഹോംലാൻഡ് ആൻഡ് മൈ ഹോം. അപ്പോൾ ഇപ്പോൾ എവിടെയാണ് അവർ? എൻ്റെ പ്രിയപ്പെട്ട മാതൃരാജ്യത്തിനും വീടിനും ഇടയിൽ 5 മണിക്കൂർ പിന്നിലുള്ള ഒരു രാജ്യത്താണ് ഞാൻ എന്ന് അവർ പറയുന്നുണ്ട് അല്ലേ. വെൻ ഐ സ്റ്റാൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് മൈ വിൻഡോ ആൻഡ് ലുക്ക്ഡ് ഔട്ട്, ഞാൻ ആ ജനലുകളുടെ ഫ്രണ്ടിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ഐ സീ ടോൾ ബിൽഡിങ്സ്, ലോങ് റോഡ്സ് ഫുൾ ഓഫ് വെഹിക്കിൾസ് മൂവിങ് ഇൻ ഓർഡർലി ലൈൻ. ഞാൻ കാണുന്ന എന്താ? വലിയ വലിയ ബിൽഡിങ്ങുകൾ, റോഡുകൾ, മുഴുവൻ വാഹനങ്ങളുള്ള റോഡുകൾ, ഓർഡറായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങൾ, നീറ്റ് ഗ്രീൻ ഹെഡ്ജസ് ആൻഡ് ലോൺസ്. എന്തൊക്കെ കാണുന്നത്? പച്ചവേലികളും പുൽത്തകിടുകളും ഒക്കെയാണ് അല്ലേ. ആൻഡ് ടൈഡി പേയ്മെന്റ്സ് ടു വാക്ക് ഓൺ, വൃത്തിയുള്ള നടപ്പാതകളും ഒക്കെയാണ് ഇപ്പം ഞാൻ കാണുന്നത്. ഐ ക്ലോസ് മൈ ഐസ് ആൻഡ് ഫോർ എ മൊമെന്റ് ഐ എം ബാക്ക് ഇൻ മൈ വാലി. അപ്പോൾ ഒരു നിമിഷം കണ്ണുകൾ അടച്ച് ഞാൻ പഴയ എൻ്റെ ആ താഴ്വരയിലേക്ക്, അതായത് ഇവരെവിടെയാണോ ഉണ്ടായിരുന്നത് അവിടേക്ക് ആലോചിക്കുകയാണ് കേട്ടോ. ദ ഹൈ സ്നോ ടോപ്പ്ഡ് മൗണ്ടെയിൻസ്, എന്താണ്? മഞ്ഞാൽ മൂടപ്പെട്ട മലനിരകൾ. ഗ്രീൻ വേവിങ് ഫീൽഡ്സ് അല്ലേ, അതായത് പച്ചപ്പ് നിറഞ്ഞ വയലുകൾ, അതുപോലെ ഫ്രഷ് ബ്ലൂ റിവേഴ്സ്, പുതുനീല നദികൾ, ഇതെല്ലാം. ആൻഡ് മൈ ഹേർട്ട് സ്മൈൽസ്, അതൊക്കെ ഓർക്കുമ്പോൾ എൻ്റെ ഹൃദയം ചിരിക്കുകയാണ് സന്തോഷം കൊണ്ട്. മൈ മൈൻഡ് ട്രാൻസ്പോർട്ട് മീ ബാക്ക് ടു മൈ സ്കൂൾ ആൻഡ് ദർ ഐ എം റീയുണൈറ്റഡ് വിത്ത് മൈ ഫ്രണ്ട്സ് ആൻഡ് ടീച്ചേഴ്സ്. അപ്പോൾ എൻ്റെ മനസ്സ് എന്നെ വീണ്ടും ആ സ്കൂൾ ലൈഫിലേക്ക് കൊണ്ടുപോകണം. അവിടെ ഞാൻ എൻ്റെ സുഹൃത്തുക്കളുമായും ടീച്ചേഴ്സുമായിട്ടും വീണ്ടും ഒന്നിക്കുന്നു. മനസ്സിൽ ആഗ്രഹിക്കുന്നതാണ് കേട്ടോ. ഐ മീറ്റ് മൈ ബെസ്റ്റ് ഫ്രണ്ട് മോണിബ ആൻഡ് വി സിറ്റ് ടുഗെദർ ടോക്കിംഗ് ആൻഡ് ജോക്കിംഗ് ആസ് ഇഫ് ഐ ഹാഡ് നെവർ ലെഫ്റ്റ്. ഞാൻ എൻ്റെ ഫ്രണ്ടായ മോണിബയെ കാണുന്നു, അവളുമായിട്ട് സംസാരിക്കുന്നു, തമാശകൾ പറയുന്നു. ഞങ്ങൾ ഇതുവരെ പിരിഞ്ഞിട്ടില്ല, അത് അവിടെ നിന്ന് ഞാൻ വിട്ടുപോയിട്ടില്ലാത്ത പോലെ ഞാൻ ഇപ്പോഴും അതെല്ലാം ആലോചിക്കുകയാണ്. ദെൻ ഐ റിമെമ്പർ ഐ ആം ഇൻ ബിർമിംഗ്ഹാം, ഇംഗ്ലണ്ട്.
പിന്നീട് ഓർക്കുന്നത് ബിർമിംഗാം ഇംഗ്ലണ്ടിലാണ് എന്ന് പിന്നീട് ഓർമ്മ വരികയാണ്. ആക്ച്വലി അപ്പോൾ ഇവർ ഇത് പറയുന്നത് എവിടെ നിന്നാണ്? ഇംഗ്ലണ്ടിലെ ബിർമിംഗാം എന്ന സ്ഥലത്താണ് ഇപ്പോൾ ഇവരുള്ളത്. The day everything changed was a Tuesday, 9th October 2012. അപ്പോൾ എല്ലാം മാറി മറിഞ്ഞ ദിവസം ഏതായിരുന്നു? 9-ാം തീയതി ഒക്ടോബർ 2012, ഒരു ചൊവ്വാഴ്ച. That morning we arrived in the narrow mud lane of Haji Baba Road in our usual procession of brightly painted rickshaw. അപ്പോൾ അന്ന് എന്താ സംഭവിക്കുന്നത്? പതിവായിട്ട് നല്ല തിളങ്ങിയ പെയിന്റ് ചെയ്ത റിക്ഷകൾ, ഓട്ടോറിക്ഷകളിൽ എന്ത് ചെയ്യാണ്? ഹാജി ബാബ റോഡിലുള്ള ഒരു ഇടുങ്ങിയ മണ്ണ് കൊണ്ടുള്ള പാതയിൽ ഇവർ എത്തുകയാണ് എന്നത്തെയും പോലെ. ഫോർ us the doorway of the school was like a magical entrance to our own special world. അപ്പോൾ സ്കൂളിലേക്ക് പോവാണ്. സ്കൂളിലേക്കുള്ള എൻട്രൻസ് എന്ന് പറയുന്നത് ഒരു മാജിക്കൽ എൻട്രൻസ് പോലെയാണ്. പ്രത്യേക ലോകത്തിലേക്കുള്ള ഒരു മാന്ത്രിക കവാടം, പ്രവേശനം പോലെയായിരുന്നു ഇവർക്ക്. ദ സ്കൂൾ വാസ് ഫൗണ്ടഡ് ബൈ മൈ ഫാദർ ബിഫോർ ഐ വാസ് ബോൺ. എൻ്റെ അച്ഛൻ പണിത സ്കൂൾ തന്നെയായിരുന്നു ഇത്, ഞാൻ ജനിക്കുന്നതിന് മുമ്പ്. ഓൺ ദ വാൾ എബവ് us ഗുഷൂൾ സ്കൂൾ വാസ് പെയിൻറ്റഡ് പ്രൗഡ്ലി ഇൻ റെഡ് ആൻഡ് വൈറ്റ് ലെറ്റേഴ്സ്. പിന്നെ അതിലെ ചുമരുകളുടെ മേലെ, ആ വാൾസിൻ്റെ മതിലുകളുടെ മേലെ എന്ത് എഴുതി വെച്ചിട്ടുണ്ട്? കുഷാൽ സ്കൂൾ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്, റെഡ് ആൻഡ് വൈറ്റ് ലെറ്റേഴ്സിൽ കേട്ടോ. വി വെൻറ്റ് ടു ദ സ്കൂൾ മോർണിംഗ്സ് എ വീക്ക്. അപ്പോൾ ആഴ്ചയിൽ എല്ലാ ദിവസവും ആ സ്കൂളിൽ രാവിലെ പോവുമായിരുന്നു. അപ്പോൾ ആ പണി കഴിപ്പിച്ച സ്കൂളിലേക്ക് കേട്ടോ, കുഷാൽ സ്കൂൾ. മൈ ക്ലാസ്സസ് വർ സ്പെൻഡ് ചാൻഡിങ് കെമിക്കൽ ഇക്വേഷൻ, സ്റ്റഡിങ് ഉറുദു ഗ്രാമർ. അപ്പോൾ ആ ക്ലാസ്സസ് എന്തൊക്കെയാണ് അവിടെ പഠിപ്പിക്കുക എന്ന് നോക്കാം നമുക്ക്. അപ്പോൾ ആ ക്ലാസ്സസ് എങ്ങനെയൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത്? സ്റ്റാൻഡിങ് കെമിക്കൽ ഇക്വേഷൻസ്, അതുപോലെ തന്നെ ഉറുദു ഗ്രാമർ, സ്റ്റോറീസ്, റൈറ്റിംഗ് സ്റ്റോറീസ് വിത്ത് മോറൽസ് ഇൻ ഇംഗ്ലീഷ് ഓർ ഡ്രോയിങ് ഡയഗ്രാംസ് ഓഫ് ബ്ലഡ് സർക്കുലേഷൻ. മോസ്റ്റ് ഓഫ് മൈ ക്ലാസ്മേറ്റ്സ് വാണ്ടഡ് ടു ബി ഡോക്ടേഴ്സ്. അപ്പോൾ ഇതെല്ലാമാണ് അവിടെ നടന്നത്. അവർ ഇംഗ്ലീഷിലെ മോറൽസ്, സ്റ്റോറീസ് എഴുതും, ഡയഗ്രാംസ് ഡ്രോ ചെയ്യും. അപ്പോൾ ആ ക്ലാസ്സിലെ മോസ്റ്റ് ഓഫ് ദി കുട്ടികൾക്കും ഡോക്ടേഴ്സ് ആവാനായിരുന്നു ആഗ്രഹം. ഇറ്റ്സ് ഹാർഡ് ടു ഇമാജിൻ ദാറ്റ് എനിവൺ വുഡ് സീ ദാറ്റ് ആസ് എ ത്രെറ്റ്. അപ്പോൾ പിന്നെ എന്താണ്, ആരെങ്കിലും ഇവരെ കാണുകയാണെങ്കിൽ, ആരെങ്കിലും അതൊരു ഇറ്റ്സ് ഹാർഡ് ടു ഇമാജിൻ ദാറ്റ് എനിവൺ വുഡ് സീ ദാറ്റ് എസ് എ. അപ്പോൾ ആ ഒരു എന്താ പറയുക, അവരുടെ ആ ഒരു സ്വപ്നങ്ങളെ അവർ ത്രെട്ടായിട്ട്, ഭീഷണിയായിട്ട് കരുതുക എന്നുള്ളത് കഷ്ടമാണ്. ദാറ്റ് മോർണിംഗ് ഹാഡ് ബിഗൺ ലൈക്ക് എനി അതർ ദോ എ ലിറ്റിൽ ലേറ്റർ ദാൻ യൂഷ്വൽ. അന്ന് രാവിലെ ആ പ്രഭാതം മറ്റേതൊരു രാവിലെ പോലെ തന്നെ ആയിരുന്നു, ഒരു ലിറ്റിൽ ലേറ്റർ ആയിരുന്നു, തുടങ്ങിയത് കുറച്ച് വൈകിയായിരുന്നു. ഇറ്റ് വാസ് എ എക്സാം ടൈം, അതൊരു പരീക്ഷാകാലമായിരുന്നു. സോ സ്കൂൾ സ്റ്റാർട്ടഡ് അറ്റ് 9 ഇൻസ്റ്റെഡ് ഓഫ് 8. അതുകൊണ്ട് തന്നെ കുറച്ച് വൈകിയാണ് സ്കൂൾ പ്രവർത്തനം തുടങ്ങുന്നത്. 9 മണിക്കാണ്, 8 മണിക്കാണ് സാധാരണ. ഐ സ്ലെപ്റ്റ് ഇൻ ദ ലോങ് റൂം ഇൻ ഫ്രണ്ട് ഓഫ് അവർ ഹൗസ്. അപ്പോൾ ഞാൻ എൻ്റെ വീടിൻ്റെ മുൻവശത്തുള്ള നീണ്ട മുറിയിലാണ് ഉറങ്ങിയത്. ദ ഓൺലി ഫർണിച്ചർ വാസ് എ ബെഡ് ആൻഡ് എ ക്യാബിനറ്റ് വിച്ച് ഐ ഹാഡ് ബൗട്ട്. അപ്പോൾ അവിടെ ആ റൂമിൽ ഉണ്ടായിരുന്ന ഫർണിച്ചർ എന്തായിരുന്നു? ഒരു ബെഡും ഒരു ക്യാബിനറ്റും മാത്രമേ അതിനകത്ത് ഉണ്ടായിരുന്നുള്ളൂ. I had won some money as an award for campaigning for peace in our valley and the right for girls to go to school. അപ്പോൾ ഇവർക്ക് ഈ മലാല യൂസഫ്സായിക്ക് കുറച്ച് പൈസ അല്ലെങ്കിൽ രൂപ എന്തായി കിട്ടിയിട്ടുണ്ട്? പ്രൈസ് അവാർഡായി കിട്ടിയിട്ടുണ്ട്. സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള ക്യാമ്പയിനിങ് ഇവരുടെ ആ ഒരു സ്ഥലത്ത് വാലിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവർ സമാധാനത്തിനുള്ളൊരു ക്യാമ്പയിനിങ് നടത്തിയിട്ടുണ്ട്. പിന്നെ പെൺകുട്ടികളുടെ സ്കൂളിലേക്ക് പോകാനുള്ള അവകാശത്തിന് വേണ്ടിയിട്ട് പോരാടിയതിലേക്ക് ഇവർക്ക് കുറച്ച് പണം കിട്ടിയിട്ടുണ്ട് അവാർഡായിട്ട്. ഓൺ സം ഷെൽഫ്സ് were all the gold colored plastic cups and trophies I had won for coming first in my class. പിന്നെ ചില റൂംസിൽ അല്ലെങ്കിൽ ചില ഷെൽഫിൽ എന്താ വെച്ചിരിക്കുന്നത്? പ്ലാസ്റ്റിക് കപ്പും ട്രോഫീസും ഒക്കെയാണ്. ഇവർക്ക് സ്കൂളിൽ നിന്ന് പലതിനും ഫസ്റ്റ് പ്രൈസ് ഒക്കെ കിട്ടിയത്, ക്ലാസ്സിലെ ഫസ്റ്റ് പ്രൈസ് ഒക്കെ കിട്ടിയതിനുള്ള അവാർഡൊക്കെയാണ് അത്. The school was not far from my home and I used to walk. സ്കൂൾ ഇവരുടെ വീട്ടിൽ നിന്ന് വളരെ ദൂരെയൊന്നും ആയിരുന്നില്ല, നടന്ന് തന്നെയാണ് പോവുക. ബട്ട് സിൻസ് ദ സ്റ്റാർട്ട് ഓഫ് ലാസ്റ്റ് ഇയർ ഐ ഹാഡ് ബീൻ ഗോയിങ് വിത്ത് അതർ ഗേൾസ് ഇൻ എ റിക്ഷ ആൻഡ് കമ്മിങ് ഹോം ബൈ ബസ്. പക്ഷെ ലാസ്റ്റ് ഇയറിൻ്റെ സിൻസ് സ്റ്റാർട്ട് ഓഫ് ലാസ്റ്റ് ഇയർ, അവസാന വർഷം തുടക്കുമ്പോൾ തൊട്ടിട്ട് ഞാൻ പോയി വരുന്നത് ഓട്ടോറിക്ഷയിലാണ് പോകുന്നത്, തിരിച്ചു വരുന്നത് ബസ്സിലാണ്. ഐ ഹാഡ് സ്റ്റാർട്ടഡ് ടേക്കിംഗ് ദ ബസ് ബിക്കോസ് മൈ മദർ വാസ് കെയർഡ് ബൈ ദ തോട്ട് ഓഫ് മീ വാക്കിംഗ് ഓൺ മൈ ഓൺ. എന്തുകൊണ്ടാണ് ബസ് ചൂസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഇവിടെ ഒറ്റയ്ക്ക് വിടാൻ ഭയമായിരുന്നു. ആ പേടിയാണ് ബസ് ആക്കി മാറ്റിയത് കേട്ടോ, ബസ്സിൽ പോയി വന്നാൽ മതി. വി ഹാഡ് ബീൻ ഗെറ്റിംഗ് ത്രെഡ്സ് ഓൾ ഇയർ. കാരണം ഭീഷണി, ഇവർക്ക് ആ വർഷം മുഴുവൻ പലയിടത്തുനിന്നും ഭീഷണികൾ ഉണ്ടായിരുന്നു. സം ഓഫ് ദീസ് ത്രെഡ്സ് വർ ഫൗണ്ട് ഇൻ ദ ന്യൂസ് പേപ്പർ, സം വർ നോട്ട്സ് ഓർ മെസ്സേജസ് പാസ്ഡ് ഓൺ ബൈ പീപ്പിൾ. ചിലതെല്ലാം ന്യൂസ് പേപ്പർ വഴി, ചിലതെല്ലാം പല നോട്ട്സ് ആയിട്ടും ഇവർക്ക് ലഭിച്ചുകൊണ്ടിരുന്നു, ഇവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ചിലത് ആളുകൾ വഴി ഇവരെ ആരൊക്കെയോ ഭീഷണിപ്പെടുത്തുന്നുണ്ടായിരുന്നു.
മൈ മദർ വാസ് വറീഡ് അബൌട്ട് മീ. അപ്പോൾ അമ്മയ്ക്ക് ഇവരെക്കുറിച്ച് വളരെ വറിയായിരുന്നു, ടെൻഷനും ഒക്കെ ആയിരുന്നു. അമ്മയ്ക്ക് ഇവരെക്കുറിച്ച് ആശങ്കയായിരുന്നു. ബട്ട് ഐ ന്യൂ നോ വൺ ഹാഡ് എവർ കം ഫോർ എ ഗേൾ ആൻഡ് ഐ വാസ് മോർ കൺസേൺ ദേ വുഡ് ടാർഗറ്റ് മൈ ഫാദർ ആസ് ഹി വാസ് ഓൾവേസ് സ്പീക്കിംഗ് ഔട്ട് എഗൈൻസ്റ്റ് ദം. അപ്പോൾ ആരും ഒരിക്കലും ഒരു പെൺകുട്ടിയെ തേടി ഇങ്ങനെ ഒരു ഭീഷണി വരില്ല എന്നുള്ളതായിരുന്നു ഇവർ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അവർക്ക് അങ്ങനെ ആയിരുന്നു ഒരു തോട്ട് ഉണ്ടായിരുന്നത്. ഇവർക്ക് അച്ഛനെ കുറിച്ചായിരുന്നു ആശങ്ക. അവരുടെ അച്ഛൻ എപ്പോഴും ഈ ഭീഷണിപ്പെടുത്തുന്ന ആളുകൾക്കെതിരെ സംസാരിക്കുന്നുണ്ട് പുറത്തു പോയിട്ട്. അപ്പോൾ അച്ഛൻ എന്തെങ്കിലും പറ്റുമോ, അച്ഛൻ ടാർഗറ്റ് ആവുമോ എന്നുള്ള ഭയം മലാല യൂസഫ്സായി ഇവിടെ പറയുന്നുണ്ട്. ഹിസ് ക്ലോസ് ഫ്രണ്ട് ആൻഡ് ഫെല്ലോ ക്യാമ്പൈനർ ഹാഡ് ബീൻ ഷോട്ട് ഡെഡ് ആൻഡ് എവറി വൺ വാസ് ടെല്ലിങ് മൈ ഫാദർ ടേക്ക് കെയർ യു വിൽ ബി നെക്സ്റ്റ്. അപ്പോൾ അച്ഛൻ്റെ ക്ലോസ് ഫ്രണ്ടും അവരുടെ കൂടെ ക്യാമ്പൈനർ ആയിട്ടുണ്ടായിരുന്ന ആളും കൊല്ലപ്പെട്ടു. അപ്പോൾ എല്ലാവരും ഇവരുടെ അച്ഛനോട് പറയുന്നുണ്ട്, നിങ്ങളായിരിക്കും അടുത്തത്, ശ്രദ്ധിച്ചോളൂ, ടേക്ക് കെയർ എന്ന് പറയുന്നുണ്ട്. Like my father, I have always been a daydreamer. Sometimes I would imagine that on the way home an armed man might jump out and shoot me. അപ്പോൾ ഇവർ പറയുന്നത് അവരുടെ അച്ഛൻ ഒരു ഡേ ഡ്രീമറാണ്, ദിവാസ്വപ്നം കാണുക, രാവിലെ സ്വപ്നം കാണുന്നവരെയാണ് ഡേ ഡ്രീമർ എന്ന് പറയാം കേട്ടോ. അതുപോലെ തന്നെയാണ് ഞാനും എന്നാണ് അവർ പറയുന്നത്. ചില ദിവസങ്ങളിൽ ഞാൻ സ്വപ്നം കാണുന്നത് അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഇമാജിൻ ചെയ്യുക, ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു വരുന്ന വഴിക്ക് ഒരാൾ പെട്ടെന്ന് എൻ്റെ മുന്നിൽ ചാടി വീണ് എന്നെ ഷൂട്ട് ചെയ്യുന്നത്, കൊലപ്പെടുത്താൻ വരുന്നതാണ് ഞാൻ. അപ്പോൾ അവരതാണ് ഇമാജിൻ ചെയ്യുന്നത്. ഐ വാണ്ടഡ് വാട്ട് ഐ വുഡ് ഡു. അപ്പോൾ ഞാൻ ആലോചിക്കുകയാണ് ഞാൻ എന്ത് ചെയ്യും. മേ ബി ഐ വുഡ് ടേക്ക് ഓഫ് മൈ ഷൂസ് ആൻഡ് ഹിറ്റ് ഹിം. ചിലപ്പോൾ എൻ്റെ ഷൂ ഊരി ഞാൻ അവരെ അടിക്കുകയായിരിക്കും. ബട്ട് ദെൻ ഐ വുഡ് തിങ്ക് ഇഫ് ഐ ഡിഡ് ദാറ്റ് ദർ വുഡ് ബി നോ ഡിഫറൻസ് ബിറ്റ്വീൻ മീ ആൻഡ് ദ മാൻ. പക്ഷെ അങ്ങനെ ഞാൻ ചെയ്താൽ അവർക്കും എനിക്കും തമ്മിൽ എന്താ വ്യത്യാസമുള്ളത്? ഇറ്റ് വുഡ് ബി ബെറ്റർ ടു പ്ലീഡ്, അല്ലെങ്കിൽ അവരോട് അപേക്ഷിക്കുക, പ്ലീഡ് ചെയ്യുക, ഓക്കെ ഷൂട്ട് മീ, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, പ്ലീഡ് ചെയ്യുക, ചെയ്തോളൂ, ഷൂട്ട് ചെയ്തോളൂ, ബട്ട് ഫസ്റ്റ് ലിസൺ ടു മീ, അതിനു മുമ്പ് എന്നെ ഒന്ന് കേൾക്കൂ. വാട്ട് യു ആർ ഡൂയിങ് ഈസ് റോങ്. നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്. ഐ എം നോട്ട് എഗൈൻസ്റ്റ് യു പേഴ്സണലി. നിങ്ങൾക്ക് എതിരെ അല്ല ഞാൻ, പേഴ്സണലി നിങ്ങൾക്ക് എഗൈൻസ്റ്റ് അല്ല ഞാൻ. ഐ ജസ്റ്റ് വാണ്ട് എവറി ഗേൾ ടു ഗോ ടു സ്കൂൾ. എനിക്ക് ഇത്രേ ആവശ്യമുള്ളൂ, എല്ലാ പെൺകുട്ടികൾക്കും സ്കൂളിൽ പോകാൻ സാധിക്കണം. ഐ വാസ് നോട്ട് സ്കേർഡ് but I had started making sure the gate was locked at night. എന്താ പറയുന്നത്? അപ്പോൾ എനിക്ക് ഭയമില്ലായിരുന്നു, പക്ഷെ രാത്രിയിൽ ഗേറ്റ് പൂട്ടിയിട്ടുണ്ടെന്ന് ഞാൻ ഉറപ്പാക്കാൻ തുടങ്ങി. പക്ഷെ ഒരു പേടിച്ചില്ല. പക്ഷെ രാത്രി കിടക്കുന്നതിന് മുമ്പ് വീട്ടിൻ്റെ ഗേറ്റ് പൂട്ടിയിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് പിന്നീട് കിടക്കാറ്. ഐ ടോൾഡ് മോനിബ എവറിത്തിങ്. ഞാൻ എൻ്റെ ഫ്രണ്ട്, നമ്മളിതിൽ പറഞ്ഞല്ലേ മോനിബയാണ് ഇവരുടെ ഫ്രണ്ട്, മോനിബയുടെ എല്ലാം പറയുമായിരുന്നു. ഹർ ഡ്രീം വാസ് ടു ബി എ ഫാഷൻ ഡിസൈനർ. അവരുടെ ഡ്രീം എന്താ? മോനിബയുടെ ഫാഷൻ ഡിസൈനർ. ഓൾദോ ഷീ ന്യൂ ഹർ ഫാമിലി വുഡ് നെവർ എഗ്രി ടു ഇറ്റ്. പക്ഷെ അവൾക്ക് അറിയായിരുന്നു അവരുടെ ഫാമിലി അതൊരിക്കലും സമ്മതിക്കില്ല. സോ ഷീ ടോൾഡ് എവറി വൺ ഷീ വാണ്ടഡ് ടു ബി എ ഡോക്ടർ. അപ്പോൾ ഫാഷൻ ഡിസൈനർ ആവാൻ വീട്ടുകാർ സമ്മതിക്കില്ല എന്നത് ഉറപ്പുള്ളത് കൊണ്ട് അവൾ എന്ത് പറയുമായിരുന്നു? എനിക്ക് ഡോക്ടർ ആയാൽ മതി എന്ന് പറയുമായിരുന്നു. ഐ നെവർ ഹിഡ് മൈ ഡിസയർ വെൻ ഐ ചേഞ്ച്ഡ് ഫോർ വാണ്ടിങ് ടു ബി എ ഡോക്ടർ. അപ്പം മലാല യൂസഫ്സായി പറയണം, ഞാൻ ഒരിക്കലും എൻ്റെ ആഗ്രഹത്തെ ഒളിപ്പിച്ചു വെക്കാറില്ല. എനിക്ക് ഡോക്ടർ വാണ്ടിങ് ടു ബി എ ഡോക്ടർ ടു ഡ്രീമിങ് ഓഫ് ബീയിങ് ആൻ ഇൻവെൻറ്റർ ഓർ എ പൊളിറ്റീഷ്യൻ. അപ്പോൾ ഇവർ ഒരു പൊളിറ്റീഷ്യൻ ആവാൻ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് ആഗ്രഹിച്ചത്. അവർ ഈ ഡോക്ടർ ആവുക എന്നുള്ള ആഗ്രഹം അങ്ങനെയൊന്നും പറഞ്ഞില്ല ആരെയും ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. വെൻ അവർ ബസ് വാസ് കോൾഡ് വി റാൻ ഡൗൺ ദ സ്റ്റെപ്സ്. അപ്പോൾ ബസ് വന്നു, ഞങ്ങൾ സ്റ്റെപ്പുകൾ ഇറങ്ങി ഓടി. ഐ റിമെമ്പർ ദാറ്റ് ഇൻസൈഡ് ദ ബസ് ഇറ്റ് വാസ് ഹോട്ട് ആൻഡ് സ്റ്റിക്കി. അപ്പോൾ ബസ്സിനകത്ത് വളരെ ഹോട്ട് ആൻഡ് സ്റ്റിക്കി ആയിട്ടുണ്ടായിരുന്നു, ചൂടും അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു അതിനകത്ത്. ഐ റിമെമ്പർ ദാറ്റ് ദ ബസ് ടേൺ റൈറ്റ് ഓഫ് ദ മെയിൻ റോഡ് അറ്റ് ദ ആർമി ചെക്ക് പോയിന്റ്. അപ്പോൾ ഇപ്പോഴും ഞാൻ ഓർക്കുന്നു ബസ് ആർമി മെയിൻ റോഡിൻ്റെ റൈറ്റ് തിരിഞ്ഞതും ചെക്ക് പോയിന്റ് റൈറ്റ് തിരിഞ്ഞതും. ഐ ഡോണ്ട് റിമെമ്പർ എനിമോർ. പിന്നീട് എനിക്കൊന്നും അതിൽ കൂടുതൽ ഓർമ്മയില്ല. ഇൻ മൈ ഡ്രീംസ് അബൌട്ട് ദ ഷൂട്ടിംഗ് മൈ ഫാദർ ഇസ് ഓൾസോ ഇൻ ദ ബസ് ആൻഡ് ഹീ ഈസ് ഷോട്ട് വിത്ത് മീ. അപ്പോൾ ഇൻ മൈ ഡ്രീംസ് അബൌട്ട് ദ ഷൂട്ടിംഗ്, ആ ഷൂട്ടിങ്ങിനെ കുറിച്ചുള്ള എൻ്റെ ആ ഒരു ഡ്രീംസിൽ എൻ്റെ അച്ഛനും ആ ബസ്സിലുണ്ടായിരുന്നു. ആൻഡ് ഹീ ഷോട്ട് വിത്ത് മീ, ആ അച്ഛനും വെടിയേറ്റു. ആൻഡ് ദെൻ ദർ ആർ മെൻ എവ്രിവെയർ ആൻഡ് ഐ എം സെർച്ചിങ് ഫോർ മൈ ഫാദർ. അപ്പോൾ ചുറ്റും ആളുകളാണ്, ഞാൻ എൻ്റെ അച്ഛനെ തിരയുകയാണ്. ഇൻ റിയാലിറ്റി വാട്ട് ഹാപ്പൻ വാസ് വി സഡൻലി സ്റ്റോപ്ഡ്. അത് ആ കുട്ടി സ്വപ്നം കണ്ടതാണ് പറയുന്നത് കേട്ടോ. റിയാലിറ്റിയിൽ എന്ത് സംഭവിച്ചു? സഡൻലി സ്റ്റോപ്പ്. വി മസ്റ്റ് ഹാവ് ബീൻ ലെസ് ദാൻ 200 meters ഫ്രം ദ ചെക്ക് പോയിന്റ്. എന്താണ്, ചെക്ക് പോസ്റ്റിൽ നിന്ന് 200 meter താഴെ മാത്രം അകലെ. We couldn't see in front, but a young bearded man in light colored clothes
മുന്നിലുള്ളതൊന്നും കാണുന്നില്ല, പക്ഷെ ഒരു യങ് ആയിട്ടുള്ള താടിയുള്ള ബിയർഡഡ് ആയിട്ടുള്ള ഒരാൾ ലൈറ്റ് കളർ ക്ലോത്ത്സ് ഇട്ടിട്ട് ഹാഡ് സ്റ്റെപ്ഡ് ഇൻ ടു ദ റോഡിലേക്ക് കടന്നു വന്നു ആൻഡ് വേവ്ഡ് ദ വാൻ ഡൗൺ. എന്നിട്ട് കൈ കാട്ടിയിട്ട് താഴേക്ക് കാണിച്ചു, അതായത് കൈ കാണിച്ച് സ്റ്റോപ്പ് പോലെ അങ്ങനെ കാണിച്ചു. ഈസ് ദിസ് ദ കുഷാൽ സ്കൂൾ ബസ്? എന്നിട്ട് ചോദിക്കുകയാണ്, ഇത് കുഷാൽ സ്കൂൾ ബസ് ആണോ? ഹി ആസ്ക്ഡ് അവർ ഡ്രൈവർ, ഞങ്ങളുടെ ഡ്രൈവറോട് ചോദിച്ചു. ഉസ്മാൻ ബൈ ജാൻ, the driver of our bus, thought this was a stupid question as the name was painted on the side. അപ്പോൾ ബസ്സിൻ്റെ സൈഡിൽ ആ ബസ്സിൻ്റെ പേര് എഴുതിയിട്ടുണ്ട്. എന്നിട്ടും ഇയാൾ വന്ന് കൈവീശി ചോദിക്കുന്നത് ഇത് അവിടേക്കുള്ള ബസ്സാണോ, ആ സ്കൂൾ ബസ്സാണോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഡ്രൈവർക്ക് ഇതൊരു സ്റ്റുപ്പിഡ് ക്വസ്റ്റ്യനായി തോന്നി. പക്ഷേ എങ്കിലും അദ്ദേഹം പറഞ്ഞു, ഡ്രൈവർ യെസ് ഹി സെഡ്, അതേന്ന് പറഞ്ഞു. ഐ നീഡ് ഇൻഫർമേഷൻ അബൌട്ട് സം ചിൽഡ്രൻ സെഡ് ദ മാൻ. അപ്പോൾ ആ ആൾ പറയുകയാണ്, എനിക്ക് ചില കുട്ടികളെ കുറിച്ചിട്ട് ചില ഇൻഫർമേഷൻസ് ആവശ്യമുണ്ട് എന്ന് പറയും. യു ഷുഡ് ഗോ ടു ദ ഓഫീസ് സെഡ് ദ ഡ്രൈവർ. അപ്പോൾ ഡ്രൈവർ പറയും, നിങ്ങൾ ഓഫീസിൽ പോയി ചോദിക്കൂ എന്ന് പറയും. ആസ് ഹി വാസ് സ്പീക്കിംഗ് അനദർ യങ് മാൻ ഇൻ വൈറ്റ് അപ്രോച്ച് ദ ബാക്ക് ഓഫ് ദ വാൻ. ലുക്ക്, ഇറ്റ്സ് വൺ ഓഫ് ദോസ് ജേർണലിസ്റ്റ് കമ്മിങ് ടു ആസ്ക് ഫോർ എൻ ഇൻ്റർവ്യൂ സെഡ് മോനിബ. ഇപ്പോൾ ഫ്രണ്ടിൽ ഇങ്ങനെ ഡ്രൈവറോട് ഒരാൾ സംസാരിച്ച് നിൽക്കുമ്പോൾ തന്നെ ബാക്കിലൂടെ വൈറ്റിൽ ധരിച്ച ഒരാൾ വരും, അയാൾ അപ്പുറത്തൂടെ വരും. അപ്പോൾ മോനിബ പറയും, ഇതേത് ജേർണലിസ്റ്റ് ആണെന്ന് തോന്നുന്നു, ഇൻ്റർവ്യൂ ചെയ്യാൻ വരികയാണെന്ന് തോന്നുന്നു പറയും. Since I had started speaking at events with my father to campaign for girls' education, journalists often came, even foreigners, though not like this in the road. അപ്പോൾ ഈ ഇവൻസിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത് കൊണ്ട് തന്നെ, ക്യാമ്പയിനിങ്ങിനൊക്കെ പോണത് കൊണ്ട് തന്നെ ജേർണലിസ്റ്റൊക്കെ വരുമായിരുന്നു, മാധ്യമപ്രവർത്തകർ പലപ്പോഴും വന്നിരുന്നു. വിദേശികൾ പോലും വന്ന് ഇതുപോലെ തന്നെ ചോദിക്കുമായിരുന്നു. പക്ഷെ റോഡിൽ ഇതുപോലെ അല്ല ചോദിക്കാറ്, പക്ഷെ ഇങ്ങനെ വരുമായിരുന്നു. അപ്പോൾ ഇവർക്ക് സംശയമൊന്നും തോന്നിയില്ല കേട്ടോ, ആരാണ്. അപ്പോൾ ഒരു അങ്ങനെയൊക്കെയാണ് വിചാരിച്ചത്, ജേർണലിസ്റ്റ് ആണെന്നൊക്കെ ഇവർ കരുതും. The man was wearing a peaked cap and had a handkerchief to cover his nose and mouth. അപ്പോൾ ആ മനുഷ്യൻ ഒരു തൊപ്പി ധരിച്ചിട്ടുണ്ടായിരുന്നു, ഒരു തൊപ്പി ഉണ്ടായിരുന്നു, മൂക്കും വായും മൂടാൻ ഒരു തൂവാലയും ഒരു കർച്ചീഫും അയാളുടെ കയ്യിലുണ്ടായിരുന്നു. ഹി ലുക്ക്ഡ് ലൈക്ക് എ കോളേജ് സ്റ്റുഡൻറ്, ഒരു കോളേജ് സ്റ്റുഡൻറ്റിനെ പോലെയാണ് കാണാനുണ്ടായിരുന്നത്. ഹി സ്വങ് ഹിംസെൽഫ് ഓൺ ടു ദ ടെയിൽ ബോർഡ് അറ്റ് ദ ബാക്ക് ആൻഡ് ലീൻഡ് ഇൻ റൈറ്റ് ഓവർ അസ്. എന്ത് ചെയ്തു? പിന്നിലെ ടെയിൽ ബോർഡിൽ ചാരി നിന്ന്, ഇവർ കാണുന്ന പോലെ ഞങ്ങളുടെ നേരെ ചാരി നിന്നു. ഹൂസ് മലാല ഹി ഡിമാൻഡഡ്. എന്നിട്ട് ചോദിക്കുകയാണ്, ആരാണ് മലാല എന്ന് ചോദിക്കും. നോ വൺ സെഡ് എനിത്തിങ്, ആരും ഒന്നും പറഞ്ഞില്ല. ബട്ട് സെവറൽ ഓഫ് ദ ഗേൾസ് ലുക്ക്ഡ് അറ്റ് മീ, പക്ഷെ ചില പെൺകുട്ടികൾ ഇവളെ തന്നെ നോക്കി. ഐ വാസ് ദ ഓൺലി ഗേൾ വിത്ത് മൈ ഫേസ് നോട്ട് കവേർഡ്. ഞാൻ മാത്രമായിരുന്നു എൻ്റെ മുഖം മൂടാതെ, അതായത് ഈ മുസ്ലിം സ്റ്റുഡൻസ് പർദ്ദയൊക്കെ ധരിക്കുന്ന പോലെ ഫേസ് കാണാണ്ട് ഫേസ് മൂടിയിട്ടുണ്ടായിരുന്നില്ല ഇവർ, മലാല മാത്രം. ദാറ്റ്സ് വെൻ ഹി ലിഫ്റ്റഡ് അപ്പ് എ ബ്ലാക്ക് പിസ്റ്റൾ. അപ്പോൾ തന്നെ അയാൾ ഒരു ബ്ലാക്ക് പിസ്റ്റൾ, ഒരു തോക്കെടുത്തു. സം ഓഫ് ദി ഗേൾസ് സ്ക്രീംഡ്. അത് കണ്ടതും ചില പെൺകുട്ടികൾ നിലവിളിച്ചു. മോനിബ ടെൽസ് മീ ഐ സ്ക്യൂസ്ഡ് ഹെർ ഹാൻഡ്. മോനിബ എന്നോട് പറഞ്ഞു, ഞാൻ അവളുടെ കൈ പിടിച്ചു. മൈ ഫ്രണ്ട്സ് സേ ഹി ഫയർഡ് 3 shots. അപ്പോൾ ഫ്രണ്ട്സ് പറഞ്ഞിട്ട് 3 തവണ അയാൾ വെടിവെച്ചു, വൺ ആഫ്റ്റർ അനദർ. ദ ഫസ്റ്റ് വെൻ ത്രൂ മൈ ലെഫ്റ്റ് ഐ സോക്കറ്റ് ആൻഡ് ഔട്ട് അണ്ടർ മൈ ലെഫ്റ്റ് ഷോൾഡർ. ആദ്യത്തെ വെടി ഏതി കൂടെ പോയി? ഇവരുടെ ലെഫ്റ്റ് ഐ സോക്കറ്റിൽ കൂടെ കടന്നുപോയി, ഔട്ട് അണ്ടർ മൈ ലെഫ്റ്റ് ഷോൾഡർ, ആ ലെഫ്റ്റ് ഷോൾഡറിൻ്റെ ഇടയിൽ കൂടെ. ദ അതർ 2 bullets ഹിറ്റ്സ് ദ ഗേൾസ് നെക്സ്റ്റ് ടു മീ. അടുത്ത 2 ബുള്ളറ്റ് അടുത്തുള്ള പെൺകുട്ടി, ഇവരുടെ അടുത്ത് നിന്ന പെൺകുട്ടിക്ക്. മൈ ഫ്രണ്ട്സ് ലേറ്റർ ടോൾഡ് മീ ദ ഗൺമാൻസ് ഹാൻഡ് വാസ് ഷേക്കിംഗ് ആസ് ഹി ഫയർഡ്. പിന്നീടാണ് അറിഞ്ഞത് ആ വെടിവെച്ച ഗൺമാൻ്റെ കൈ വിറയ്ക്കുന്നുണ്ടായിരുന്നു വെടിവെക്കുമ്പോൾ. ബൈ ദ ടൈം വി ഗോട്ട് ടു ദ ഹോസ്പിറ്റൽ മൈ ലോങ് ഹെയർ ആൻഡ് മോനിബാസ് ലാപ്പ് വർ ഫുൾ ഓഫ് ബ്ലഡ്. ഹോസ്പിറ്റലിൽ എത്തിക്കുന്ന സമയത്ത് എന്തായിരുന്നു, ഇവളുടെ മലാല യൂസഫ്സായുടെ ഹെയർ ഫുള്ള് ബ്ലഡ് ആയിരുന്നു. അതുപോലെ തന്നെ മോനിബാസ് ലാബ്, മോനിബയുടെ മടിയിലാണ് കിടക്കുന്നത്, ഫുൾ ഓഫ് ബ്ലഡ് ആയിരുന്നു. ഹൂസ് മലാല? ഐ ആം മലാല ആൻഡ് ദിസ് ഇസ് മൈ സ്റ്റോറി. ആരാണ് മലാല എന്ന് ചോദിക്കുകയാണ്. ഞാനാണ് മലാല, ഇത് എൻ്റെ കഥയാണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കഥ ഫുൾ ആരുടെയാണ്? മലാല യൂസഫ്സായുടെയാണ്. ഇത് റിയൽ ആയിട്ട് നടന്നതാണ്. അവർ അത് സർവൈവ് ചെയ്താണ് ഇത്രയും എത്തിയത്. നമുക്ക് അവരെ കുറിച്ചൊന്ന് വായിക്കാം. യങ്ങസ്റ്റ് നോബൽ പീസ് ലോറേറ്റ് ആണ് ആൻഡ് ആൻ ആക്ടിവിസ്റ്റ് ഫോർ ഗേൾസ് എഡ്യൂക്കേഷൻ. ബോൺ ഇൻ മിങ്കോറ, സ്വാറ്റ് വാലി, ഷിഗിൻ. നമ്മൾ ഈ കഥയിൽ വാലി പറയുന്നില്ലേ, സ്വാറ്റ് വാലിയിലാണ് അവർ ജനിച്ചത് കേട്ടോ. അവർക്ക് നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഷി ഗെയിൻ ഗ്ലോബൽ എഡ്യൂക്കേഷൻ വെൻ ഷീ സർവൈവ്ഡ്. ഈ അറ്റാക്ക് 2012 ഈ ഒരു വെടിവെപ്പ് അറ്റാക്ക് അവർ തരണം ചെയ്ത് വന്നു. പിന്നീട് 11ാം വയസ്സിൽ അവർ ആക്ടിവിസം, മലാലാസ് ആക്ടിവിസം 11ാം വയസ്സിലാണ് തുടങ്ങിയത്. പിന്നീട് അവർ ഈ ഐ ആം മലാല എന്ന് പറഞ്ഞ ഒരു ഓട്ടോബയോഗ്രഫി എഴുതി.
വിദ്യാഭ്യാസത്തിന് വേണ്ടി, പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണ് ഇവർ നിലകൊണ്ടത് കേട്ടോ. സോ നെക്സ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. I come from a country which was created at midnight. What does Malala mean by this statement? എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നതെന്നാണ്. Malala is referring to her home country, Pakistan. Pakistan was formed as an independent nation at midnight on August 14th, 1947, when it was partitioned from British India. Next, how does Malala compare her homeland to her new city, Birmingham? Malala compares the natural beauty of her homeland with high snow-topped mountains, green fields, blue rivers, and with the modern urban city of Birmingham. Birmingham എങ്ങനെയാ? Tall buildings, long roads, orderly traffic, and neat lawns. Next, do you think the doorway to your school is also a magical entrance to a special world? Why? Yes, I think the doorway to my school is a magical entrance. Inside my school, I enter a special world where I meet my friends, learn new things from my teachers, play games, and read books. It's a wonderful world full of fun, friendship, and knowledge that is different from my home. Who is the founder of Kushal School? Founder of Kushal School is Malala's father. Next, why did Malala choose to take the bus instead of walking to school? Malala chose to take the bus because her mother was scared for her safety. They had been receiving threats all year, so her mother did not want her to walk to school on her own. Next, why did Malala think her father was under threat? Malala thought her father was under threat because he was always speaking out against those who opposed girls' education. Also, his close friend, who was also a campaigner, had been shot dead, and people were warning her father that he could be next. ഇവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുക. Next, what were Malala's thoughts on a possible encounter with an armed attacker on her way back home? What do these thoughts reveal about her character? Malala thought that if she met an attacker, she would not respond with violence. Instead, she would talk to him calmly, tell him his actions were wrong, and explain that she only wanted every girl to have the right to an education. This reveals that Malala is incredibly brave, peaceful, and deeply committed to her cause. 8th, what were Malala's dreams and how did they differ from Moniba's aspiration? Malala's dreams was to become an inventor or a politician, and she was open about her changing ambitions. This was different from her friend Moniba, whose secret dream was to be a fashion designer but was afraid to tell her family, so she told everyone she wanted to be a doctor instead. ഇത് വേണ്ട, ഇത് മതി കേട്ടോ, ഇത് വരെ ഡോക്ടർ എന്ന് വരെ മതി. 9th question, why did Moniba think that the young bearded man was a journalist who had come for an interview? Moniba thought the man was a journalist because Malala had recently started speaking at public events to campaign for girls' education. As a result, journalists often came to interview her. So when Moniba saw a man approaching their bus, she assumed it was just another journalist. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പാർട്ട് 2 ക്ലാസ്സിൽ ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കും. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് മാത്രമേ കമൻറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്യുക, തുടർന്ന് വാച്ച് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.